ഫ്രണ്ട്സ്, ഏവർക്ക് എസ് ബിൽഡേഴ്സിന്റെ പുതിയ വീഡിയോയിൽ സ്വാഗതം. നമ്മളുള്ളത് പുളിയറക്കോണം കാവിൻപുറത്താണ്. മെയിൻ റോഡിൽ നിന്ന് മാറി ഒരു 1950 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഈ ഒരു വീട് വരുന്ന 1950 സ്ക്വയർ ഫീറ്റ് ആണ്. 4 സെന്റ് സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വീടിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നമുക്ക് കയറി വരുമ്പോൾ തന്നെ വിശാലമായൊരു മുറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു 2 വാഹനം നമുക്ക് നല്ല രീതിയിൽ തന്നെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാഹനം പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് വാഹനം പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ 2 വാഹനം നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിന്നും പിന്നെ നേരെ പോകുന്നത് നമ്മുടെ ഈ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയയിലേക്കാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ പോകുന്നത് ലിവിങ് ഏരിയയിലേക്കും കേട്ടോ. ഇനി അകത്തുള്ള കാഴ്ചകളിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ അകത്തേക്ക് കയറി വരുമ്പോൾ നമുക്ക് വിശാലമായൊരു ലിവിങ് ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതിമനോഹരമായ രീതിയിൽ തന്നെ അത് ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ ലൈറ്റായിട്ടുള്ള ലൈറ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. കാരണം എന്താ പറയുക, ഒരു ഡാർക്ക് കളറൊന്നുമല്ല, വളരെ ലൈറ്റായിട്ടുള്ള കളർ ലൈറ്റുകളാണ് കൂടുതൽ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ഒരു പ്രീമിയം ലുക്ക് കിട്ടത്തക്ക വളരെ സിമ്പിളായിട്ടുള്ള ഒരു TV യൂണിറ്റ് കാണാനായിട്ട് പറ്റും. സീലിംഗ് വർക്കായാലും വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ തന്നെ നമ്മുടെ വാഷ് ബേസ് ഏരിയയും ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാഷ് ബേസ് ഏരിയ വരുന്നത്. അപ്പോൾ അത് മനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ കിച്ചൺ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. മോഡുലാർ കിച്ചൺ ആണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ബാക്കി കബോർഡ് വർക്കുകളും ഒക്കെ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കിച്ചണിലേക്ക് പുറത്തേക്കുള്ള പോസ്റ്റാണ് കേട്ടോ. അവിടെ നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു വർക്ക് ഏരിയ പോലെ ചെറിയൊരു രീതി ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ അതും കാണാനായിട്ട് പറ്റും. ചെറിയ തന്നെ പുറത്ത് അവിടെ ഒരു വാഷ് ബേസ് ഏരിയ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് താഴത്തെ ഫ്ലോറിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ആ ഒരു ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. നമ്മുടെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ വരുന്ന ബെഡ്റൂമാണ് കേട്ടോ. അത് മനോഹരമായ രീതിയിൽ തന്നെ ബെഡ്റൂം ക്രമീകരിച്ചിട്ടുണ്ട്. സീലിംഗ് വർക്കൊക്കെ നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കബോർഡും ഡ്രസ്സിങ് യൂണിറ്റും ഒക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. അതെല്ലാം ഈ ഒരു ഭാഗത്താണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയാണ് സെറയുടെ ബ്രാൻഡഡ് സാധനങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ബാക്കി ബെഡ്റൂംസ് എല്ലാം മേളിലാണ് വരുന്നത്. നമുക്ക് മേളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ അതിന് മുമ്പ് നമ്മുടെ സ്റ്റെയറിൻ്റെ താഴെ ഈ ഒരു സ്പേസ് അത്യാവശ്യം ചെറിയൊരു ചെടിയൊക്കെ വെച്ച് അത്യാവശ്യം ഒന്ന് കാണാൻ സുന്ദരമാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി മേളിലേക്ക് പോവാം. മേളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ലൊരു സീനറി കാണാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൂടെയും ചെറിയ ലൈറ്റും ഒക്കെ കൊടുത്ത് ഇവിടെ ഒരു വർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അത് മനോഹരമായ രീതിയിൽ അത്യാവശ്യം വീട് മനോഹരമാക്കുന്ന രീതിയിലുള്ള വർക്കുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത് മേളിലേക്ക് വരുമ്പോൾ മേളിലും അതിവിശാലമായ ഒരു ലിവിങ് സ്പേസ് ഉണ്ട്. TV യൂണിറ്റ് ഉണ്ട്. അതെല്ലാം നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അതിമനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഫാൻസി ലൈറ്റൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നൈറ്റ് രാത്രിയാകുമ്പോൾ നമുക്ക് ഈ ഒരു ഫാൻസി ലൈറ്റിൻ്റെ ഭംഗി പകൽ സമയത്താണ് എങ്കിൽ നമ്മുടെ ആ ഒരു പർഗോള വഴി ആ ഒരു സൂര്യപ്രകാശം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് 3 ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ. ഇത് അതിമനോഹരമായ രീതിയിൽ തന്നെ ഈ ഒരു ബെഡ്റൂം ക്രമീകരിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള സീലിംഗ് വർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് വരുന്നത്. കബോർഡും ഡ്രസ്സിങ് യൂണിറ്റും എല്ലാം ചേർത്താണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ എന്ത് വരുന്നത്, നമ്മുടെ ടോയ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ടോയ്ലറ്റ് നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. ലിവിങ് ഏരിയയിൽ നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്കൊരു നമ്മുടെ വാഷിംഗ് മെഷീനും ഒക്കെ ക്രമീകരിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ടാപ്പും ബാക്കി പ്ലഗ് പോയിന്റും ഒക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് TV യൂണിറ്റ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ കാണാനായിട്ട് പറ്റും. അതിനോട് ചേർന്നാണ് അടുത്ത ബെഡ്റൂം വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം വരുന്നത്. അത് സീലിംഗ് വർക്കും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ചുമരിലെ വർക്കുകളൊക്കെ കൊണ്ട് അതിമനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂമും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത്. അതിവിശാലമായ രീതിയിൽ തന്നെ ആ ഒരു ടോയ്ലറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്പേസ് കിട്ടത്തക്ക രീതിയിൽ നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കബോർഡ് വർക്കും ഡ്രസ്സിങ് യൂണിറ്റും എല്ലാം വരുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഈ റൂമിൽ നിന്ന് നമ്മൾ ഈ ഒരു ഡോർ തുറന്നാൽ നേരെ നമ്മളൊരു ബാൽക്കണി സ്പേസിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് കറക്റ്റ് നമ്മുടെ ആ ഒരു മുറ്റമൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ആ രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. അവിടെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഒരു ബാൽക്കണി ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ.
ഇതാണ് അടുത്ത ബെഡ്റൂം. നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇതും അതിമനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ചുമരുകളായാലും കബോർഡ് വർക്കുകളായാലും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. മേളിൽ മാത്രമാണ് ഇവിടെ കബോർഡ് വർക്ക്, സ്റ്റോറേജ് സ്പേസ് പോലെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അല്ലാതെ നമുക്കിവിടെ കബോർഡ് വർക്ക് വരുന്നില്ല. ടോയ്ലറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി തന്നെ അതും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബാൽക്കണി സ്പേസിലേക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ ഈ ഒരു റൂമിന് ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഡോറ് തുറന്ന് നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്നും കുറച്ചുകൂടെ ചെറിയൊരു ബാൽക്കണി സ്പേസ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. മുറ്റവും മറ്റേ റോഡും ഒക്കെ കാണത്തക്ക രീതിയിലാണ്. നമ്മുടെ വീടിൻ്റെ മുന്നിൽ നോക്കിയാൽ അറിയാം, ഫുൾ ഇൻ്റർലോക്ക് റോഡാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ പുളിയറക്കോണം കാവിൻപുറത്ത് മെയിൻ റോഡിൽ നിന്ന് ഒരു 70 മീറ്റർ മാറിയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. 1950 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. 4 സെൻറ്റിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മൊത്തം 4 ബെഡ്റൂമാണ് വരുന്നത്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും മേളിൽ ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമുമാണ് വരുന്നത്. അപ്പോൾ അതിമനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ ഏറെക്കുറെ വിശേഷങ്ങൾ നിങ്ങളിപ്പോൾ വീഡിയോയിലൂടെ കണ്ട് കാണും. ഇനി മറ്റു വിശേഷങ്ങൾ അറിയാനായിട്ട് നേരിട്ട് വരിക കേട്ടോ. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീട് ഒന്ന് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, വാങ്ങുക. നമുക്ക് ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ അത്യാവശ്യം എനിക്കിവിടെ 10-12ഓളം വീടുകൾ ഇപ്പോൾ വിൽപ്പനയ്ക്കുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പ്രദേശത്ത് വീട് വാങ്ങുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് മാത്രമല്ല, ജസ്റ്റ് ഞങ്ങളൊന്ന് വിളിച്ചാൽ മതി. ഞങ്ങൾ നിങ്ങളുടെ കൂടെ മൊത്തത്തിൽ കാണാം. ഫുള്ള് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും കേട്ടോ. ഈ വീടിൻ്റെ വില എന്ന് പറയുന്നത് 78 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രദേശം എടുക്കുകയാണെങ്കിൽ ഇവിടെ എനിക്ക് 10-12ഓളം വീടുകൾ ഇപ്പോൾ വിൽപ്പനയ്ക്കുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു നമ്പറിൽ വിളിക്കാം. നിങ്ങൾ വീട് വാങ്ങുന്നതിന് മറ്റുമല്ല എല്ലാ കാര്യങ്ങളും ലോൺ അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നമ്പറിൽ വിളിക്കുക, വരിക, വീടുകൾ കാണുക, ഇഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യുക, വാങ്ങുക. അപ്പോൾ മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.